പോർച്ചുഗലിലെ ക്യാപിറ്റലായ ലിസ്ബണിൽ നിന്ന് പിന്നെ നമ്മൾ പോയത് അവിടുത്തെ ഒരു കൊച്ചു ഗ്രാമമായ ഫാത്തിമയിലേക്കാണ്. ജസിന്തയുടെയും ഫ്രാൻസിസ്കോയുടെയും ലൂസിയയുടെയും ഗ്രാമമാണ് ഫാത്തിമ. ഇവരുടെ വീടുള്ള ഈ വില്ലേജ് നടന്നാണ് നമ്മൾ കണ്ടത്. 3 കുട്ടികളിലെ ഒരാളായ ലൂസിയ പിന്നീട് സിസ്റ്ററായി കഴിഞ്ഞിട്ട് എഴുതിയ ബുക്കാണ് ഫാത്തിമ ഇൻ ലൂസിയാസ് ഓൺ വേർഡ്സ്. ഈ ബുക്കിലെ ചില വിശേഷങ്ങൾ കൂടിയും ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ 3 കുട്ടികളിൽ ജസിന്തയും ഫ്രാൻസിസും ബ്രദർ സിസ്റ്ററാണ്. ലൂസിയ ഇവരുടെ കസിനും. ഷീപ്സിനെ നോക്കലായിരുന്നു കുട്ടികളുടെ മെയിൻ ഡ്യൂട്ടി. ആ സമയങ്ങളിൽ അവർ കൊന്തെത്തിക്കുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ 3 പ്രാവശ്യമായി അവർക്ക് ഏഞ്ചൽ ഓഫ് പോർച്ചുഗൽ എന്ന് പറഞ്ഞ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നീടാണ് മാതാവിൻ്റെ ദർശനങ്ങൾ അവർക്ക് കിട്ടി തുടങ്ങിയത്. ഈ സമയത്ത് മാതാവ് അവർക്ക് പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും പിന്നീടാണ് ബാക്കി ലോകം അറിയുന്നത്. ഇതിലത്തെ ഒരു കാര്യമാണ് വിഷൻ ഓഫ് ഹെൽ. ഇവര് മാതാവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വില്ലേജേഴ്സ് വിശ്വസിച്ചില്ല. പിന്നീട് മാതാവ് ഇവർക്കൊരു ഡേറ്റ് പറഞ്ഞു കൊടുക്കുകയും ആ ഡേറ്റിന് ഒരു അത്ഭുതം നടന്ന് സയൻസിലൂടെ മാതാവ് അത് തെളിയിക്കുകയും ചെയ്തു. ഇതാണ് 3 പേരുടെയും ഒരുമിച്ച് ഫോട്ടോ എടുത്ത ആ വാൾ. ഇത് ഫ്രാൻസിസ്കോയുടെയും ജസിന്തയുടെയും വീടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവര് 2 പേരും ബ്രദർ സിസ്റ്റേഴ്സ് ആയിരുന്നു. ഈ ബെഡിൽ കിടന്നാണ് ഫ്രാൻസിസ്കോ മരിച്ചത്. അവരുടെ വീട്ടിൽ അവരുപയോഗിച്ചിരുന്ന പല സാധനങ്ങളും കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പഴയ വീടുകളുടെ ഓർമ്മകൾ വരും. ഇതായിരുന്നു അവരുടെ കിച്ചൺ ഏരിയ. പിന്നെ നമ്മൾ ലൂസിയയുടെ വീട്ടിലേക്ക് നടന്നു. ഇതാണ് സിസ്റ്റർ ലൂസിയയുടെ വീട്. സിസ്റ്റർ ലൂസിയാണ് പിന്നീട് ലോകത്തിന് മാതാവ് വെളിപ്പെടുത്തി കൊടുത്ത ദർശനങ്ങൾ അറിയിച്ചത്. നരകത്തിലെ ദർശനങ്ങൾ കാണിക്കുമ്പോൾ മാതാവ് വളരെ വിഷമത്തോടെ ഈ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഇവരിനോട് പറഞ്ഞു. അങ്ങനെയാണ് കൊന്തയുടെ ഓരോ രഹസ്യവും കഴിയുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓ എൻ്റെ ഈശോയെ എന്നുള്ള പ്രാർത്ഥന ഇവരിലൂടെ വന്നത്. ഈ പ്രാർത്ഥന മാതാവ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. വൈകിട്ടത്തെ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഇവര് കൊന്തെത്തിച്ചിരുന്നത്. ഇതാണ് സിസ്റ്റർ ലൂസിയ മാതാവിനെ കണ്ട പ്രായം.
ഇതാണ് ലൂസിയയുടെ വീടിൻ്റെ ബാക്ക് യാർഡ്. ഇവിടെയാണ് ലൂസിയയും ഈ വില്ലേജിലത്തെ മറ്റു കുട്ടികളും കൂടി കളിച്ചിരുന്നത്. പിന്നെ ലൂസിയയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ ആട് മേய்ച്ചിരുന്ന സ്ഥലം കാണാൻ നമ്മൾ നടന്നു. ഈ നടക്കുന്ന വഴിയിൽ നമുക്ക് പല വീടുകളും കാണാം. ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ്. അന്നും ഇന്നും ഈ വില്ലേജിൽ ഫാർമിംഗ് ഒരു മെയിൻ ആക്ടിവിറ്റി ആയിരുന്നു. ഇത് ഈ വില്ലേജിലെ വഴികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാം. ഇത് ജസിന്തയുടെ ഫേവററ്റ് ആയ ഐറിസ് പൂക്കളായിരുന്നു. മാതാവിന് എന്നും ഇതായിരുന്നു ജസിന്ത സമർപ്പിച്ചിരുന്നത്. ഇതാണ് അവർ ആട് മേய்ച്ചിരുന്ന സ്ഥലം. ഇവിടെയാണ് അവർക്ക് മാലാക ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഇവിടുന്ന് നമ്മൾ പോയത് ഫാത്തിമ മാതാവിൻ്റെ പള്ളിയിലേക്കാണ്. അത് നമ്മൾ അടുത്ത എപ്പിസോഡായി അടുത്ത ആഴ്ച ഇടും.